ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു മുട്ടക്കറിയാണ്. ഇത് ഞാൻ തന്നെ സ്വയം പരീക്ഷിച്ചുണ്ടാക്കിയ ഒരു മുട്ടക്കറിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോള എടുത്തിട്ടുണ്ട്, 5 സവോള എടുത്തിട്ടുണ്ട്, പിന്നെ 3 തക്കാളി ഉണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഉണ്ട്, ഒരു 4-5ഓളം അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ നമുക്ക് കറിവേപ്പില വേണം അതിൻ്റെ കൂടെ, പിന്നെ ഒരു കൈ ഫുള്ള് മല്ലിയില ഇട്ടോളൂ കേട്ടോ. മല്ലിയിലയാണ് നമ്മളതിൽ കൂടുതൽ ചേർക്കാൻ പോകുന്നത്. പിന്നെ പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല നൈസായിട്ട് അരിയൊന്നും വേണ്ട, ചെറുതാക്കിയിട്ടൊന്ന് കഷ്ണിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിയും ഇതൊക്കെ നല്ല ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് അത്യാവശ്യം എണ്ണ വേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടക്കറി ഞാൻ വളരെ പരീക്ഷണങ്ങൾ നടത്തി ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്തത് ശരിയായിട്ടില്ല, പിന്നെ വേറെ ചേർത്ത്, അങ്ങനെ കുറേ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഇങ്ങനെ കിട്ടിയൊരു മുട്ടക്കറിയാണ്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് എൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് വഴറ്റാണ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. എല്ലാ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമുക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. അതായത് ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് നല്ല ഇങ്ങനെ, പിന്നെ ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ നല്ല പച്ച അങ്ങോട്ട് മാറിയിട്ട് നല്ല വാടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് അരയ്ക്കാനാണുള്ളത്, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമായി. ഇനി നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ 65ൻ്റെ മസാലയാണ്. ചിക്കൻ 65 മസാല ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല ഉണ്ടാവുമല്ലോ, ആ മസാല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ മീറ്റ് മസാലയുടെ തന്നെ ഫ്രൈ ഐറ്റം ചെയ്യാൻ പറ്റുന്ന പോലത്തെ മസാലകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മസാല ചേർത്ത് കൊടുക്കാം. സാധാരണ ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ചേർക്കുന്നതിന് ഉണ്ടാവുക. ഇനി നിങ്ങളിതൊരു 10 മിനിറ്റ് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുക. അത് ആ പൊടി കരിഞ്ഞ് പോകാണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ചേർക്കുന്ന വേണ്ട, അതിന് പകരം നമുക്കിതിൽ തേങ്ങാപ്പാലാണ് ചേർക്കുന്ന കറിയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒരു ഇത്തിരി ഇതിൻ്റെ കൂടെ ഈ സ്റ്റേജിൽ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കൂ, ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്കിത് ബാക്കി കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ എണ്ണയും കൂടി ഒഴിക്കുക. അതായത് ഈ മസാല മുഴുവൻ നല്ല ഫ്രൈ ആയി കിട്ടുന്ന പോലെ നമുക്ക് എണ്ണ വേണം. അത്യാവശ്യം കുറച്ച് എണ്ണ ഉപയോഗിക്കും നമ്മൾ ഈ കറിക്ക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേവി മുഴുവൻ ചേർത്തതിന് ശേഷം ആ മിക്സി ജാറിൽ ബാക്കി ഉണ്ടാവുന്ന ഗ്രേവി ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇനി നല്ല തീ നല്ല സ്ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചൂടാവും തോറും നല്ല പൊട്ടി മേത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നല്ലോണം പൊട്ടി വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതിപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നോക്കിയിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഉപ്പിടാമല്ലോ, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമുക്കത് ഒത്തിരി നേരം ചൂടാക്കി എടുക്കണ്ട, തിളപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പം നമുക്കത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ച് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 7 മുട്ടയാണ് പുഴുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്തിട്ട് പിന്നെ നമുക്ക് ആ ചാറും കൊണ്ട് തന്നെ മുട്ടേനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും മിക്സായി കിട്ടും ഗ്രേവി. ഇത് നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ, സൂപ്പറാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരി, ദോശ, ഇഡ്ഡലി, പൊറോട്ട, ഇതിൻ്റെ പത്തിരി, നൂൽപുട്ട്, അങ്ങനെ ഒരുവിധം എല്ലാ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊന്നിയരി ചോറ് വയ്ക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഈ കറി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കറീനെ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുട്ടക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും അവരുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.